പൊന്നു കുസുമങ്ങളെ, ഇന്നൊരു കഥ പഠിക്കാം. എൻ്റെ നിസ്കാരവും എൻ്റെ ഉമ്മയും. ഇതാണ് കഥയുടെ പേര്. പണ്ട് ബനു ഇസ്രായേൽ കാലത്ത് ജീവിച്ചിരുന്ന ജുറൈജ് എന്ന പേരുള്ള നല്ല ആബിദായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ സദാസമയവും നിസ്കാരത്തിലായി ഇങ്ങനെ ഒരു മലമുകളിൽ കയറി അവിടെ ഒരു ടെൻ്റ് ഉണ്ടാക്കി അള്ളാഹുവിന് ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. ജുറൈജിൻ്റെ ഉമ്മക്ക് അതിരറ്റ ആഗ്രഹം തോന്നി. ഒരു ദിവസം ജുറൈജിനെ പോയി കണ്ട് സംസാരിച്ച് വരാമെന്ന്. അങ്ങനെ ഈ വയസ്സായ ഈ ഉമ്മ മലമുകളിൽ കയറി ജുറൈജിൻ്റെ ടെൻറ്റിൻ്റെ അടുത്തെത്തി. അങ്ങനെ ജുറൈജിനെ ഒരുപാട് തവണ വിളിച്ചു. ഉള്ളിലാണെങ്കിലോ ജുറൈജ് എന്ന് പറയുന്ന ഈ ആബിദായ മനുഷ്യൻ നിസ്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ നിസ്കാരവും എൻ്റെ ഉമ്മയും. അങ്ങനെ നിസ്കാരം തുടരുകയാണ് ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം ഇതേപോലെ ഉമ്മ മലമുകളിൽ കയറി ജുറൈജിനെ വിളിച്ചു. ഇന്നും ഇന്നലത്തെ പോലെ തന്നെ ജുറൈജ് എന്ന ഈ ആബിദായ മനുഷ്യൻ നിസ്കാരത്തിലാണ്. അങ്ങനെ മൂന്നാമത്തെ ദിവസവും ഉമ്മയുടെ വരവ്, ആ വയസ്സായ ഉമ്മ കുന്നിൻ മുകളിൽ കയറി ജുറൈജിൻ്റെ ടെൻറ്റിൻ്റെ അടുത്തെത്തി ജുറൈജിനെ വിളിക്കുകയാണ്. ഈ സമയം ജുറൈജ് ഉള്ളിൽ അതിരറ്റ ആത്മാർത്ഥതയോടെയുള്ള നിസ്കാരത്തിലായിരുന്നു. ഉമ്മയുടെ ഈ വിളിക്ക് ഉത്തരം നൽകാതെ വന്നപ്പോൾ 3 ദിവസങ്ങളും ഇതേ അവസ്ഥ ആവർത്തിച്ചപ്പോൾ ഉമ്മയുടെ മനസ്സിന് എന്തോ ഒരു വിഷമം തോന്നിപ്പോയി. ഉമ്മയുടെ ഈ വിഷമത്താൽ ഉമ്മ അവിടുന്ന് ദുആ ചെയ്തു പോയി. എൻ്റെ ഈ മകനെ ഒരു വേശ്യപ്പെണ്ണിൻ്റെ മുഖം കാണിച്ചിട്ടല്ലാതെ നീ ലോകത്ത് നിന്ന് നീ മരിപ്പിക്കരുതേ റബ്ബേ എന്ന് ദുആ ചെയ്തു. അങ്ങനെ ഉമ്മ തിരിച്ചുപോയി. ഈ ഒരു സമയത്തിനിടയിലാണ് ആ ബനു ഇസ്രായേൽക്കാർക്കിടയിൽ ഒരു ചർച്ച വരുന്നത്. ചർച്ച ഇതായിരുന്നു: ജുറൈജിൻ്റെ ഇബാദത്തും ആരാധനാ കർമ്മങ്ങളിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ജുറൈജിനെ മോശത്തരത്തിലേക്ക് എത്തിക്കണമെന്നതായിരുന്നു അവരുടെ ചർച്ച. അങ്ങനെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വേശ്യപ്പെണ്ണ് ആ കാര്യം ഏറ്റെടുത്തു. ജുറൈജിൻ്റെ അടുത്ത് വന്ന് ജുറൈജിനെ ഒരുപാട് തവണ വിളിച്ചു. ജുറൈജ് അതൊന്നും കൂട്ടാക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ തൊട്ടടുത്ത ഒരു ആട്ടിടയനെ കാണുകയും ഈ വേശ്യപ്പെണ്ണ് ആട്ടിടയൻ്റെ കൂടെ താമസിക്കുകയും അവിടെ നിന്ന് വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആ വ്യഭിചാരത്തിൽ ഈ വേശ്യപ്പെണ്ണിന് ഒരു ഗർഭം ധരിച്ചു. നാട്ടുകാർക്കിടയിൽ ഈ ഗർഭത്തെക്കുറിച്ച് ചർച്ചയായി. അങ്ങനെ ഈ കുട്ടി ജനിച്ചപ്പോൾ ഈ വേശ്യപ്പെണ്ണ് വിളിച്ചു പറഞ്ഞു, ഇത് ജുറൈജിൻ്റെ കുട്ടിയാണ്. നാട്ടുകാരെല്ലാവരും വല്ലാത്ത ദേശത്തോടെ ഈ മലമുകളിൽ കയറി ആരാധനാ കർമ്മമെന്ന് പറഞ്ഞ് ഇവിടെ തെറ്റാണോ ചെയ്യുന്നത് എന്നുള്ള ചർച്ചയിൽ ജുറൈജിൻ്റെ ആ ടെൻറ്റ് പൊളിക്കുകയും ജുറൈജിനെ അടിക്കുകയും ചെയ്തു. ജുറൈജ് എന്ന ഈ ആബിദായ മനുഷ്യൻ ആ കുട്ടിയെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഒരു വടിയെടുത്ത് ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളുടെ പിതാവ് ആരാണ്? ആ സമയം ആ പെറ്റ് ദിവസങ്ങൾ മാത്രമുള്ള ആ പൈതൽ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഈ മലമുകളിലുള്ള ഒരു ആട്ടിടയനാണ് എൻ്റെ പിതാവ്. ആ സമയം എല്ലാവരും വലിയ ഞെട്ടലോടെ ജുറൈജിൻ്റെ അടുത്ത് വന്ന് കൈപിടിച്ച് ചുംബിക്കുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർണത്തിനാലുള്ള ടെൻറ്റ് നിങ്ങൾക്ക് നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞു. ജുറൈജ്, അതൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ മുമ്പ് ഇവിടെ കളിമണ്ണിനാലുള്ള ഒരു ടെൻ്റായിരുന്നു ഉണ്ടായിരുന്നത്, അത് തന്നെ നിങ്ങൾ നിർമ്മിച്ചു തന്നാൽ മതി എന്നുള്ള ഭാവത്തിൽ മൂളിക്കൊടുക്കുകയും കളിമണ്ണിനാലുള്ള ടെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും എല്ലാവരും തിരിച്ചു പോവുകയും ചെയ്തു. എൻ്റെ പ്രിയ കുസുമങ്ങളെ, ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, നമ്മളുടെ ഉമ്മമാരെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കുക. നമ്മളുടെ ഉമ്മമാർക്ക് നമ്മളെല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അവരെ വിഷമിപ്പിക്കാതിരിക്കുക. അവരുടെ എല്ലാ സന്തോഷങ്ങളിലും നമ്മളും അവരുടെ കൂടെ തന്നെ നിൽക്കുക. അല്ലാഹു തആല മാതാപിതാക്കൾക്ക് പൊരുത്തമുള്ള മക്കളായി സ്വീകരിക്കട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ.